ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ദാമ്പത്യ ജീവിതത്തില് വളരെയധികം അനിവാര്യമായ ഒന്നാണ് വൈകാരിക പിന്തുണയും പരസ്പര സ്നേഹവും. ഒരു ദാമ്പത്യ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ താളപ്പിഴകൾ പോലും പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. ബന്ധങ്ങളില് വൈകാരിക പിന്തുണ ഇല്ലാത്ത അവസ്ഥയിലാണ് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നത്. പലപ്പോഴും ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമ്പോൾ അത് ദാമ്പത്യത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ശാശ്വതമായ ഒരു ബന്ധം കെട്ടിപ്പടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്ന ഒന്ന് തന്നെയാണ്. പലപ്പോഴും ഇതിന് സാധിക്കാതെ വരുമ്പോഴാണ് ദാമ്പത്യ ജീവിതം പരാജയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഏതൊരു ബന്ധമായാലും വൈകാരിക ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തില് ഒരു പങ്കാളി എന്ന നിലക്ക് നിങ്ങൾ കാണിക്കേണ്ട ഉത്തരവാദിത്വങ്ങളും പിന്തുണയും ഒട്ടും നിസ്സാരമല്ല. എന്നാല് ചില നക്ഷത്രക്കാർക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാവും. അതിന്റെ ഫലമായിട്ട് ജീവിതത്തില് പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങളും സംഭവിക്കും. നിങ്ങളുടെ പങ്കാളിയെ എത്രത്തോളം പിന്തുണയ്ക്കുന്നു എന്ന് നിങ്ങളുടെ ജന്മനക്ഷത്രം പറയുന്നുണ്ട്. ഇത്തരത്തില് ദാമ്പത്യ ജീവിതത്തില് കൂടുതൽ വൈകാരിക അടിത്തറയുള്ളവരും പങ്കാളിയെ കൂടെ ചേർത്ത് നിർത്തുന്നവരുമായിട്ടുള്ള നക്ഷത്രക്കാരുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നക്ഷത്രപ്രകാരം നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്ന, പങ്കാളിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ജീവിത പങ്കാളികള് ഈ ഒരു നക്ഷത്രത്തിൽ പെടുന്ന ആളാണോ എന്ന് നോക്കുക. ഉറപ്പായിട്ടും ഈ നക്ഷത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ആള് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാര് എന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ശരിയായ രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ആൾക്കാരുടെ നക്ഷത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് തന്നെയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം തന്നെയാണ് ദാമ്പത്യ ജീവിതം. ചന്ദ്രനാണ് ഇവരെ ഭരിക്കുന്നത്. ഈ നക്ഷത്രക്കാർ എപ്പോഴും വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. കൂടാതെ വാത്സല്യത്തോടെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഇവർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഇവർക്ക് വളരെ നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. വൈകാരികമായി ഇവർ പങ്കാളിയോട് വളരെ അടുപ്പത്തിലായിരിക്കും പെരുമാറുന്നത്. വൈകാരിക സ്ഥിരത തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. പലപ്പോഴും വാക്കുകളുടെ ഊഷ്മളത പോലും നിങ്ങളിലേക്ക് പങ്കാളിയെ ആകർഷിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പങ്കാളിക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും കൂടെ നിൽക്കാനും എന്ത് വില കൊടുത്തും ആ പ്രശ്നങ്ങളിൽ നിന്നും ഭർത്താവിനെ രക്ഷിക്കാനും ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും സൗഹൃദവും പ്രണയവും ഒക്കെ ഒരുപോലെ സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം വിശ്വസ്തനായ ഒരു സുഹൃത്തും നല്ലൊരു പങ്കാളിയുമായി ഇവർക്ക് ഒരുപോലെ ജീവിക്കാൻ സാധിക്കും. പ്രക്ഷുബ്ധമായ സമയത്ത് പോലും ഇവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്നതിന് അനിഴം നക്ഷത്രക്കാർ കൂടെയുണ്ടെങ്കിൽ സാധിക്കും. വിശ്വസ്തയോടെ എക്കാലവും ഇവർ മുന്നോട്ടു പോകും. മാത്രമല്ല പങ്കാളിക്ക് ഇവരോടുള്ള വിശ്വാസം ഒരു കാരണവശാലും നഷ്ടപ്പെടുകയുമില്ല. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന പങ്കാളിയായിരിക്കും ഉത്രം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ഏത് പ്രശ്നത്തിനും ഇവർക്കിടയിൽ പരിഹാരം കാണാൻ സാധിക്കും. മാത്രമല്ല ഇവർ വെറും ദമ്പതികളോ അല്ലെങ്കിൽ പ്രണയ ജോഡികളോ ആയിരിക്കില്ല. എല്ലാ തരത്തിലും നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ നക്ഷത്രക്കാരെ കൊണ്ട് സാധിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ നക്ഷത്രക്കാർ. പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കാം എന്ന് പറഞ്ഞാലും ഇവരെ വിട്ടുകളയരുത് എന്നാണ് പറയുന്നത്. അത്രമേൽ നല്ല മനസ്സിനും അത്രമേൽ നല്ല ദാമ്പത്യ ജീവിതം നയിക്കാനുമുള്ള കഴിവ് ഈ നക്ഷത്രക്കാരിലുണ്ട്. അടുത്തത് പൂയം നക്ഷത്രമാണ്. ദാമ്പത്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും പൂയം നക്ഷത്രക്കാരായ പങ്കാളികൾ. ഇവർ ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരും. ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നതിനാൽ അതിനെല്ലാം കാരണം പൂയം നക്ഷത്രക്കാരായിരിക്കും.
പരിചരണവും ക്ഷമയും നൽകുന്ന നക്ഷത്രക്കാരാണ് എന്ന് മാത്രമല്ല, ഇവർ നിങ്ങളെ ഏത് സാഹചര്യത്തിലും സ്വീകരിക്കുന്നവരുമായിരിക്കും. എത്ര വലിയ പ്രതിസന്ധിയിലും ഇവർ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് പരിഹരിക്കാൻ നിങ്ങളുടെ പങ്കാളി കൂടെ തന്നെ ഉണ്ടാവും. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെ ഭരിക്കുന്നത് ബുധനാണ്. മീനത്തിന്റെ എല്ലാ പോസിറ്റീവ് ഊർജവും ഇവർക്ക് ലഭിക്കുന്ന സമയമായിരിക്കും ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം മുതൽ. മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങളും പിന്തുണയും ഏത് കാലത്തും ഇവർക്കുണ്ടാവും. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവർ ദാമ്പത്യ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരില്ല. ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം പോലും പലരിലും അസൂയുണ്ടാക്കുന്ന തരത്തിലായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസവും പിന്തുണയും ഏത് ഘട്ടത്തിലും ഇവർ പങ്കാളിക്ക് നൽകും. അതുകൊണ്ട് തന്നെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നക്ഷത്രക്കാരെ കൊണ്ട് പറ്റും. ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പരസ്പര അടുപ്പവും സ്നേഹവും തന്നെയാണ്. ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തെ വളരെ മോശമായ രീതിയിൽ തന്നെ അത് ബാധിക്കും. പലപ്പോഴും പരസ്പരം മനസ്സിലാകാതെ പോകുന്ന അവസ്ഥയിലാണ് കൂടുതൽ വെല്ലുവിളികളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അതുതന്നെയാണ് പല ജീവിതങ്ങളും ശിഥിലമാകാനുള്ള കാരണം. ചില ഘട്ടങ്ങളിൽ പങ്കാളിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം. ചില സമയങ്ങളിൽ നമ്മളുടെ നക്ഷത്രങ്ങൾ നമ്മളെ ചതിക്കും. ചില സമയങ്ങളിൽ നമ്മുടെ രാശി നമ്മളെ ചതിക്കും. ചില സമയങ്ങളിൽ നമ്മുടെ ജാതകത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ചതിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയും തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മനുഷ്യർ തന്നെ ചെയ്യുന്നതാണ് എന്ന് ധരിക്കരുത്. ചില ഘട്ടങ്ങളിൽ ഇതുപോലുള്ള രാശി പ്രശ്നങ്ങളും അതുപോലെ തന്നെ ജാതകത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെയും തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വെല്ലുവിളിയെ ഉയർത്താറുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ജീവിതത്തിൽ പങ്കാളിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രണ്ട് വശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പല ജീവിതങ്ങളും ഒന്നാവും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളൊക്കെയും ജീവിത പങ്കാളിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പങ്കാളിയെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും. എന്നാൽ എല്ലാ നക്ഷത്രക്കാരെ കൊണ്ടും അതിന് സാധിച്ചു എന്ന് വരില്ല. അപ്പൊ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങളുടെ പങ്കാളിയുടെ നക്ഷത്രം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള നല്ല ദാമ്പത്യം ജീവിച്ചു തീർക്കുന്നവരായിരിക്കും. അപ്പോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.